ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന മൂവീനെ റിവ്യൂ ചെയ്യാനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മൂവി കണ്ടിറങ്ങുന്ന സമയത്ത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ ഹൈ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി, നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുന്ന സമയത്ത് ഒരു പക്ക ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചേഞ്ച് ഉണ്ട്, ആ ഒരു സ്റ്റോറിയിൽ വരുന്നൊരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഓരോ സീക്വൻസിലും വരുന്ന ഓരോ ഇമോഷൻസ് നമുക്കൊരു ഒരു പ്രത്യേക വൈബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു പക്ക ഫാമിലി ഓറിയൻറ്റഡ് ഡ്രാമ അല്ലെങ്കിൽ പക്ക ഫാമിലി ഡ്രാമ എന്നൊരു മൂവിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോകുന്നൊരു മൂവിയിൽ നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ മിസ് ചെയ്തിരുന്ന ലാലേട്ടൻ, അല്ലെന്നാണെങ്കിൽ നമ്മൾ കുഞ്ഞാളിലൊക്കെ നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്നൊരു വ്യക്തി, നമുക്ക് ഒരുപാട് മിസ്സായിരുന്നൊരു സംഭവം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ആ ഒരു ലെവലാണ് നമുക്ക് ആ ഒരു മൂവിയിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ചോദിക്കണം, തരുൺ മൂർത്തിനോട് ചോദിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്നാ പണി വെച്ചിരിക്കെ. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ളത്. ആ ഒരു മൂവിയിൽ നമുക്കിപ്പോൾ ലാലേട്ടൻ മാത്രമല്ല എല്ലാവരും സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളി പക്കയാണ് കേട്ടോ. ആ മൂവിയിൽ നമുക്കൊരു നെഗറ്റീവ് എന്ന് പറയാൻ നമുക്കൊരു സംഭവം ഫീൽ ചെയ്യുന്നില്ല. അതിൽ വില്ലൻ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നോ, നമ്മുടെ ലാലേട്ടനോടൊപ്പം തന്നെ പിടിച്ച് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ പോകുന്നൊരു മനുഷ്യൻ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഹാറ്റ്സ് ഓഫ്. സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നമ്മൾ അധികം സംസാരിച്ചാൽ സ്പോയിലർ ആവുമെന്നുള്ള പേടി കാരണം അധികമൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. പെർഫെക്റ്റ്. നമ്മൾ മിസ് ചെയ്തിരുന്ന, നമ്മൾ കുഞ്ഞുനാളിൽ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കുന്നത്. ലാലേട്ടൻ്റെ കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വിൻറ്റേജ് ലാലേട്ടൻ, ഞാൻ വീണ്ടും അതിൻ്റെ പറഞ്ഞു, വിൻറ്റേജ് ലാലേട്ടൻ ഒന്നും സംഭവമില്ല, നമ്മുടെ ലാലേട്ടൻ, ദാറ്റ്സ് ഓൾ. അത് തന്നെ എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ലാലേട്ടൻ ഇസ് ബാക്ക്. അപ്പോൾ എല്ലാവരും ആ ഒരു മൂവി കണ്ടു നോക്കൂ കേട്ടോ. സൂപ്പർ മൂവിയാണ്.